മെക്കാവെല്ലി ഒരു പൊളിറ്റിക്കൽ റിയലിസ്റ്റ് ആയിരുന്നു. പൊളിറ്റിക്കൽ റിയലിസം എന്ന് പറയുമ്പം വി സീ പൊളിറ്റിക്സ് ഇസ് ആസ് ഇറ്റ് ഈസ്, നോട്ട് ആസ് ഹൗ ഇറ്റ് ഓട്ട് ടു ബി. എങ്ങനെയായിരിക്കണമെന്ന് നോക്കാതെ എങ്ങനെയാണ് എന്ന് നോക്കി അല്ലേ പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്ത് പറയുന്ന ഒരിതാണ് പൊളിറ്റിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് കാരണമാണ് അങ്ങനെ ഒരു അപ്രോച്ച് അദ്ദേഹം സ്വീകരിച്ചത്. ഇറ്റലിയിലൊക്കെ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ട്രോങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നം നിറവേറ്റാനായിട്ടാണ് ആ ഒരു അപ്രോച്ച് അദ്ദേഹം എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ഫേമസ് വർക്കുണ്ട്, ഭയങ്കര ഫേമസ്. ദ പ്രിൻസ് ആൻഡ് ദ ഡിസ്കോഴ്സസ് ഓൺ ദ ലിവി. ദ പ്രിൻസ് ഭയങ്കര ഫേമസ് ആണ്, നമുക്കെല്ലാവർക്കും അറിയാതെ. അപ്പം ദ പ്രിൻസിൽ അദ്ദേഹം എന്തോ ചെയ്യുന്നതെന്ന് വെക്കുവാണെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നിന്നിട്ട് ഒരു അഡ്വൈസ് കൊടുക്കുക. പ്രാക്ടിക്കൽ ഇങ്ങനെ അഡ്വൈസ് കൊടുക്കുന്ന ഒരാളെ പോലെ രാജാക്കന്മാർക്ക് പ്രിൻസിന് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. എന്തിന്? ഒരു സ്ട്രോങ് സ്റ്റേറ്റ് ഉണ്ടാക്കാനായിട്ട്, ഒരു നല്ല പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നിലനിൽക്കുന്ന ഒരു സ്ട്രോങ് സ്റ്റേറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു രാജാവ് പാലിക്കേണ്ട തന്ത്രങ്ങൾ. അപ്പം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കിങ് നീഡ്സ് ടു ബി ആസ് വൈസ് ആസ് എ ഫോക്സ് ആൻഡ് ആസ് കണ്ണിങ് ആസ് എ ഫോക്സ് ആൻഡ് ആസ് ഡിസിസീവ് ആൻഡ് സ്ട്രോങ് ആസ് എ ലയൺ. അല്ലേ, ഒരു കുറുക്കനെ പോലെ അത്ര കള്ളത്തരങ്ങളൊക്കെ പഠിച്ച ഒരാളും ആയിരിക്കണം, അല്ലേ, കുറച്ച് കണ്ണിങ്ങും ആയിരിക്കണം, എന്നാൽ ഒരു ശക്തനായിട്ടുള്ളൊരു സിംഹത്തെ പോലെ സ്വയമേ തീരുമാനം എടുക്കുന്ന ഒരാളും ആയിരിക്കണം ഒരു രാജാവ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ഫോർ എ കിങ് ടു ബി ഫിയേർഡ് ദാൻ ലവ്ഡ് ഇഫ് ഹി കനോട്ട് ബി ബോത്ത്. ഒരു രാജാവിനെ എല്ലാവരും സ്നേഹിക്കുന്നതിനേക്കാൾ നല്ലത് പേടിക്കുന്നതാണ്. ആ രാജാവിന് അത്ര ഒരു സ്ട്രോങ് ക്യാരക്ടർ വരണമെങ്കിൽ ആ രാജാവിനെ എല്ലാവരും പേടിക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ അപ്രോച്ചാണ് ഒരു പ്രിൻസ് എടുക്കേണ്ടതെന്ന് പറയുമ്പം, ഒരുപാട് മൊറാലിറ്റി ഒരു കിങ്ങിന് പാടില്ല, അല്ല, ഒരുപാട് മനുഷ്യത്വം, പാലും തേനും ഒഴുകുന്ന രാജ്യം, അങ്ങനെയൊന്നും ഇല്ല. കാരണം അത് പ്രാക്ടിക്കൽ അല്ല. കാരണം മനുഷ്യരുടെ സ്വഭാവം വെച്ച് തന്നെയാണ് മെക്കാവെല്ലി അത് പറഞ്ഞത്. നിങ്ങൾ ഭരിക്കുന്ന മനുഷ്യർ, രാജാക്കന്മാരെ നിങ്ങൾ ഭരിക്കുന്ന ഈ മനുഷ്യരെല്ലാം സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യരൊന്നും അല്ല. അവരെല്ലാം കള്ളത്തരങ്ങളും വഞ്ചനയും ചതിവും ഒക്കെ ചെയ്യാൻ, അവരുടെ തന്നെ പേഴ്സണൽ ബെനഫിറ്റിന് വേണ്ടി, ഇതിലേക്കൊക്കെ പോകുന്ന മനുഷ്യരാണ് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ പ്രജകൾ. അപ്പം നിങ്ങൾ അതിക്കു മേലെ എല്ലാ തന്ത്രങ്ങളും പഠിച്ചിട്ടായിരിക്കണം ഒരു ഭരണം ഭരിക്കേണ്ടതെന്ന് പറയുന്നത്, ഭരണത്തിൽ ഏർപ്പെടേണ്ടതെന്ന് പറയുന്നത്. അപ്പം ആ രാജാവ് എല്ലാ 18 അടവും പഠിച്ച ഒരാളായിരിക്കണം രാജാവ്. കാരണം അതുപോലത്തെ പ്രജകളാണ് രാജാവിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് സെൽഫിഷാണ്, അത്ര മോറലായിട്ടൊരു നേച്ചർ അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടാണ് ഹ്യൂമൻ നേച്ചറിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടായിരിക്കണം ഒരു പ്രിൻസ് ഇങ്ങോട്ട് വരണ്ടേന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഇതാണ് വെർച്യു ആൻഡ് ഫോർച്യൂണ. ഈ വെർച്യു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വാല്യൂസും അതുമൊക്കെയാണെന്ന്. പക്ഷേ അല്ല, മെക്കാവെല്ലിയുടെ വെർച്യു എന്ന് പറയുന്നത് ഒരു റൂളറിനുണ്ടാകേണ്ട സ്ട്രെങ്ത്, ശക്തി, ഒരു റൂളറിനുണ്ടാവേണ്ട സ്കില്ല്, നല്ല എഫക്റ്റീവായിട്ട് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവേൺ ചെയ്യാൻ ഒരു റൂളറിനുണ്ടാവേണ്ട സ്കിൽസും കേപ്പബിലിറ്റീസും ഡിസിഷൻ മേക്കിംഗ് പവറും ഒക്കെ വരുന്നതാണ് വെർച്യു. അപ്പം ഈ വെർച്യു ഉള്ള ഒരു റൂളറാണെങ്കിൽ നന്നായിട്ട് ആ സ്റ്റേറ്റ് പോകും, നല്ല സ്റ്റേബിളായിട്ട് ആ സ്റ്റേറ്റ് ഫങ്ഷൻ ചെയ്യുമെന്നാണ് മെക്കാവെല്ലി പറയുന്നത്. പിന്നെ രണ്ടാമതൊരു സംഭവം പറയുന്നുണ്ട്, ഫോർച്യൂണ എന്ന് പറയുമ്പോൾ ഈ ലക്ക്, ഫെയ്റ്റ്, ചില കാര്യങ്ങളൊക്കെ ഒരു രാജാവിന് സ്വന്തം കഴിവ് കൊണ്ട് ചെയ്യാൻ സാധിക്കും, മിക്ക കാര്യങ്ങളും അങ്ങനെ. പക്ഷെ ചിലതുണ്ട് അദ്ദേഹത്തിൻ്റെ പോലും കൺട്രോളിൽ നിൽക്കാത്ത, നമ്മുടെ ഒന്നും കൺട്രോളിൽ നിൽക്കാതെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണും, പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി പെട്ടെന്നൊരു ആക്സിഡൻറ്റ്, ഇത്ര ഡിപ്രസീവ് ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കണ്ടായിരുന്നു, നമ്മുടെ കൺട്രോളിലല്ലത്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളെയും നല്ല വെർച്യു ഉള്ള ഒരു രാജാവിന് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഒരു രാജാവ് ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ആ ഒരു രാജാവിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ തീരെ വെർച്യു കുറവാണെങ്കിൽ രാജാവ് യുദ്ധത്തിൽ തോറ്റുപോകും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു വെർച്യു ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട് മെക്കാവെല്ലി. വേണമെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സ്റ്റേറ്റിൻ്റെ സർവൈവലിന് വേണ്ടി രാജാവിന് കുറച്ച് വഞ്ചന കാണിക്കാം, കുറച്ച് മാനിപ്പുലേഷൻ, ഡിസീറ്റ്, അതൊക്കെ കാണിക്കാനായിട്ട് പറ്റും. എപ്പോഴും മൊറാലിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ആവശ്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല, സ്റ്റേറ്റിൻ്റെ സർവൈവൽ ചോദ്യം ചെയ്യപ്പെടാം. അപ്പം അൺപ്ലസൻ്റ് ആയിട്ടുള്ള, നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല, കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും, അല്ലേ? പക്ഷേ അത് സ്റ്റേറ്റിൻ്റെ സർവൈവലിന് വേണ്ടി, സ്റ്റേറ്റിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി അതുപോലത്തെ അൺപ്ലസൻറ്റ് മീൻസും ഉപയോഗിക്കാം ഒരു രാജാവിനെന്നാണ് പറയുന്നത്.
പൊളിറ്റിക്സിനെ മൊറാലിറ്റിയിൽ നിന്നും റിലീജിയനിൽ നിന്നും എത്തിക്സിൽ നിന്നുമൊക്കെ സെപ്പറേറ്റ് ചെയ്ത ഒരു തിങ്കറാണ് മെക്യാവല്ലി. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് മൊറാലിറ്റി ഇല്ലാത്ത പൊളിറ്റിക്സോ നമുക്ക് ആലോചിക്കാനേ പറ്റത്തില്ല. അതൊരു അതോറിറ്റേറിയൻസ് ഓട്ടോക്രസിയൊക്കെ ആയി പോകത്തില്ലേ, മെക്യാവല്ലി എന്തോ ഈ പറയുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷേ പൊളിറ്റിക്സിനെ സെക്യുലറൈസ് ചെയ്ത് അതിനെ ഈ എത്തിക്സിൽ നിന്നും മൊറാലിറ്റിയിൽ നിന്നും ഒക്കെ ഡിവേഴ്സ് ചെയ്ത ഒരു തിങ്കറായിട്ട് തന്നെ കാണാം. കാരണം മെക്യാവല്ലിയുടെ പൊളിറ്റിക്കൽ റിയലിസത്തിൽ പറയുന്നത് ശരിക്കുമുള്ള റിയാലിറ്റീസ് മനസ്സിലാക്കിയായിരിക്കണം ഒരു രാജാവ് തൻ്റെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. അല്ലാതെ മൊറാലിറ്റി കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് രാജ്യം കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?